ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അടുത്ത വ്യക്തി കരം കൊടുത്ത് പറ, ധൈര്യപ്പെട്. കരം കൊടുത്ത് പറയാനാ പറഞ്ഞ, ധൈര്യപ്പെട്, ജയിച്ചവൻ കൂടെ ഉണ്ട്. ലോകത്തിൽ എന്തുണ്ട്? ലോകത്തിൽ കഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നോടൊന്ന് പറയണം. കഷ്ടമില്ലാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ജോലി ഇല്ലാത്തവന് ജോലി ഇല്ലാത്തതിൻ്റെ കഷ്ടപ്പാട്, ജോലി ഉള്ളതിൻ്റെ കഷ്ടപ്പാട്, നിന്ന് ജോലി ചെയ്യേണ്ട കഷ്ടപ്പാട്, ഇരുന്ന് ജോലി ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാട്. കഷ്ടതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മിണ്ടുന്നില്ല. എത്ര അനുഗ്രഹം പ്രസംഗിക്കുന്ന ആളാണെങ്കിലും വ്യക്തിപരമായി ചോദിച്ചെന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എനിക്ക് എൻ്റെതായ കഷ്ടപ്പാടുണ്ട്, ബിജു പാസ്റ്ററിൻ്റെതായ കഷ്ടപ്പാടുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഷ്ടപ്പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും എന്തുണ്ടോ? കഷ്ടപ്പാടുണ്ട്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? എങ്കിലും ധൈര്യപ്പെടാ, ഞാൻ ജയിച്ചിട്ടുണ്ട്, ഞാൻ ജയിച്ചിരിക്കുക. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, യേശുക്രിസ്തു മുഖാന്തരമാ എനിക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പോൾ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഏറിയാൽ 70, ഏറെ ആയാൽ 80. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും നമ്മൾ പോവുകയും ചെയ്യും. അപ്പോൾ എത്ര പൈസ ഉണ്ടെങ്കിലും, എത്ര ജോലി ഉണ്ടെങ്കിലും, എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും, എത്ര പിടിപാടുണ്ടെങ്കിലും, എന്തൊക്കെ സാധനങ്ങൾ ഈ ഭൂമിയിൽ നീ നേടിയാലും ഈ ലോകത്തിലായിരിക്കുമ്പോൾ കഷ്ടതയുണ്ട്. ഇല്ലാത്ത ഒറ്റ മനുഷ്യനിവിടെ ഉണ്ടാകത്തില്ല. കരമൊന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാടെ. യേശു പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടാ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തെ ജയിച്ച ആ ജയം എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരും? ഇനി പറയാൻ പോകുന്ന വചനങ്ങൾ ഈ പുതിയ നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂത. പുതിയ നിയമസഭയ്ക്കകത്ത് പരാജയപ്പെട്ടവരല്ല, ജയിച്ചവരാ. പുതിയ സഭയുടെ പ്രത്യേകത, തോറ്റ ഒറ്റൊരുത്തൻ ഇതിനകത്ത് കയറുകയില്ല, ജയിച്ചവർ മാത്രം ഇതിനകത്ത് കയറത്തുള്ളൂ. നല്ലൊരു ആമേൻ പറഞ്ഞാടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. കാരണം ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാ, ദൈവത്തൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരാ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ പരാജയപ്പെട്ട വ്യക്തിയാന്ന് ലോകം പറഞ്ഞാലോ, ഞാൻ ആത്മാവിൽ വെളിച്ചവനില്ല. നീ തോറ്റവനല്ല, നീ ജയിച്ചിരിക്കുകയാണ്. നീ ജയിച്ചവന്റെ കൂട്ടത്തിലാ. ഹല്ലേലൂയ. എങ്ങനെയായി ജയം? നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. എങ്ങനെ ഈ ജയം നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നത്? പ്രാർത്ഥന കൊണ്ടാണോ, ഉപവാസം കൊണ്ടാണോ, ആരാധന കൊണ്ടാണോ, അന്യഭാഷ കൊണ്ടാണോ, 12 മണിക്കൂർ പ്രാർത്ഥന കൊണ്ടാണോ, 21 ദിവസവും 40? അതുകൊണ്ടല്ല ഈ ജയം കിട്ടുന്നത്. ജയം കിട്ടുന്നത് നിന്റെ ജനനത്തിൽ തന്നെ കിട്ടുന്നത്. യോഹന്നാൻ്റെ ലേഖനം, 1 യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം 4-5 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അടുത്ത വാക്യം കൂടി. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? മതി. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആത്മാവിൽ ആരാധിക്കും, ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുക്കും, വചനത്തിൻ്റെ വാതിലും തുറന്ന് നിങ്ങളുടെ അകത്ത് കയറണം. ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒക്കെയും ലോകത്തെ, ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഉറക്കെ പറ, ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒക്കെയും. അതിനകത്ത് കുഞ്ഞെന്നോ വലുതെന്നോ ഇല്ല, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചോ, നീ ലോകത്തെ ജയിച്ചിരിക്കുക. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും. അത് ആഫ്രിക്കക്കാരനാണെങ്കിലും, അമേരിക്കക്കാരനാണെങ്കിലോ, ചൈനക്കാരനാണെങ്കിലോ, കൊറിയൻ ആണെങ്കിലോ, ഇന്ത്യൻ ആണെങ്കിലോ, ദൈവത്തിൽ നിന്ന് ജനിച്ചാൽ നീ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. ലോകത്തെ ജയിച്ചു, ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ
നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിച്ച ജയം എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. ഏത് കട്ടറ വന്നാലും നീ പറയണം, ഇതിനെ ഞാൻ ജയിച്ചിരിക്കുകയാണ്, ഈ കട്ടറയ്ക്കകത്ത് ജയം എനിക്ക് തന്നിരിക്കുകയാണ്. നീ എപ്പോൾ പ്രഖ്യാപിക്കുന്നുവോ അപ്പോൾ നിനക്ക് ജയമാണ്. അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പൊ ചോദ്യമാ, ആരാകുന്നു? യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിച്ച നീ അല്ലാതെ ആരാ ഈ ഫോർട്ട് കൊച്ചി ലോകത്തെ ജയിക്കുന്ന? നീ അല്ലാതെ ആരാ ജയിക്കുന്നേ? അപ്പൊ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവരാ ലോകത്തെ ജയിക്കുന്ന. വീണ്ടും ജനനമാണ് എൻ്റെ ജയത്തിന്റെ പവർ. വീണ്ടും ജനനം ഒന്ന് പറയട്ടെ. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, ജയിക്കുന്നവന് ഞാൻ എൻ്റെ ആലയത്തിൽ തൂണാക്കും, അവൻ അവിടെ നിന്ന് പോകത്തില്ലെന്ന്. അവൻ അവിടെ നിന്ന് ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല, ഒരിക്കലും പോകത്തില്ലെന്ന്. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൽ തൂണാക്കും. എടാ, ഇതിനകത്ത് വന്നത് വീണ്ടും ജനിക്കപ്പെട്ടവനാ. ഈ സഭ വിട്ട് മറ്റൊരു സഭയിലേക്കും അവിടെ നിന്ന് വേറൊരു സഭയിലേക്കും ചാടിച്ചാടി നടക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയാം, നീ ശരിക്കും മാനസാന്തരപ്പെട്ടതല്ല, ഗുണപ്പെട്ട വീണ്ടും ജനിക്കപ്പെട്ടതല്ല. മിണ്ടുന്നില്ല. ഞാൻ അന്നും ഫോർട്ട് കൊച്ചിയിലെ പജി പാസ്സാണ് എൻ്റെ അപ്പൻ, ഇന്നും അത് തന്നെയാണ്. വർഷം 26 മിണ്ടുന്നില്ല. ഒന്ന് പോടാ സാലാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിട്ടുണ്ടോ? ഇല്ല. കാര്യം വീണ്ടും ജനിച്ചതാ. എന്നാണ്? വീണ്ടും ജനിക്കപ്പെട്ടവൻ ലോകത്തെ ജയിക്കുന്നു. ജയിച്ചവനെ ആലയത്തിൽ തൂണാക്കും. ആലയത്തിൽ തൂണാക്കും. ആലയത്തിന്റെ തൂണുകളാ സഭയ്ക്കകത്ത്, ആലയത്തിന്റെ തൂണുകളാ ഇതിനകത്ത് വന്നിരിക്കുന്നേ. കരമൊന്ന് ഉയർത്തി ഒരാമേ പറഞ്ഞാടെ, ശക്തിയോടെ രാമേ പറഞ്ഞാടെ. അപ്പൊ ജയിക്കണം. എങ്ങനെ ജയിക്കുന്നത്? വീണ്ടും ജനിക്കുമ്പോഴാണ് ജയിക്കും. വീണ്ടും ജനനം ജഡത്താലുള്ള ജനനമല്ല, ആത്മാവിനാൽ ജനിക്കുക. എങ്ങനെ ജനിക്കുക? ഈ ഒറ്റ പ്രാവശ്യം വീണ്ടും ജനിച്ച് കഴിഞ്ഞാൽ നീ ആള് മാറും. ഒറ്റ പ്രാവശ്യം വീണ്ടും ജനിച്ചാൽ നീ ലോകത്തെ ജയിക്കുക. പിശാചിന്റെ സകല പിടികളും വെട്ടിക്കളയ ദൈവം. ഞാൻ 26 വർഷം മുമ്പ് വെറുതെ ഈ പാസ്റ്ററിൻ്റെ ആരാധന കാണാൻ വേണ്ടി വന്ന, ഏറ്റവും പുറകെ വന്നിരുന്ന, അന്ന് പരിശുദ്ധാത്മാവിനെ തൊട്ടു. അന്ന് ഞാൻ പുതിയ മനുഷ്യനായി. അന്ന് ഞാൻ ഈ ബൈബിൾ എടുത്തതാ. അന്ന് ബൈബിൾ എടുത്തതാ. പക്ഷെ ഇന്ന് വരെ ഞാൻ താഴെ വെച്ചിട്ടില്ല. അന്ന് ഞാൻ ബൈബിൾ എടുത്തതാ. അന്ന് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ വന്ന് ഒളിഞ്ഞു നോക്കുക, എൻ്റെ അപ്പം വന്ന് ഒളിഞ്ഞു നോക്കുക, എൻ്റെ അനിയൻ വന്ന് ബൈബിളിനകത്ത് നോക്കുക. ഇനി ഇതിനകത്ത് വേറെ എല്ലാം വെച്ച് വായിക്കണമെന്ന് അറിയാൻ വേണ്ടി. എൻ്റെ അകത്ത് വീണ്ടും ജനനം വന്നപ്പോൾ ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. പക്ഷെ വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാൻ അത്ഭുതമായി മാറി. എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ അത്ഭുതമായി മാറി. എൻ്റെ ദേശക്കാർക്ക് ഞാൻ അത്ഭുതമായി മാറി. ഇന്ന് പകൽ വീണ്ടും ജനിക്കപ്പെട്ടവന് ഇതിനകത്തുണ്ടോ? അമ്മേ, നിന്റെ മുമ്പിൽ വരുന്ന കഷ്ടതകൾ പുതിയ വെളിപ്പാട് നിനക്കേറ്റു. പ്രൈസ് ദി ലോർഡ്. ഈ വീണ്ടും ജനിക്കപ്പെട്ടവൻ തമ്മി പരാതി പറയത്തില്ല. കാരണം ആത്മാവിൽ ജനിച്ചതാ. ആത്മാവിൽ ജനിച്ചവൻ കാറ്റ് പോലാന്ന്. ആത്മാവിൽ ജനിച്ചവൻ എങ്ങനെയാ? എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ അറിയത്തില്ല. വഴി തുറക്കുന്നത് എങ്ങനെ അറിയത്തില്ല. ഒരു പിടുത്തം ഉണ്ടാകത്തില്ല. ഇവന്റെ വരവ് എവിടെ നിന്നാന്ന് ഒരാൾക്കും പിടുത്തം കിട്ടും. അടുത്തൊരു വ്യക്തി കാരണം ഒരാൾക്കും പിടുത്തം കിട്ടാത്തൊരു വളർച്ച വളരാൻ പോകുന്ന പറ. ഒരാൾക്കും പിടികിട്ടാത്തൊരു വളർച്ച യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയുടെ മേൽ ഒരാൾക്കും പിടികിട്ടാത്ത വളർച്ച യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരാൾക്കും പിടികിട്ടാത്ത വളർച്ച നിന്റെ ശുശ്രൂഷക്കകത്ത്. കരമുയർത്തി ഒരാമേൻ പറഞ്ഞാടെ, ശക്തിയോടെ ആമേൻ പറഞ്ഞാടെ. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോൾ ഈ കാറ്റ് പോലെ വീണ്ടും ജനിക്കപ്പെടുന്നത് എങ്ങനെയാ? എവിടെ നിന്ന് വരുന്നെന്നും
എവിടേക്ക് പോകുന്നെന്നും അറിയുന്നില്ല. നീ ഇവിടെ നിൽക്കുമ്പോൾ പരിശുദ്ധമോ പൊക്കിയെടുത്തോണ്ട് പോകും. വിടുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹമാണ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെ ഒന്ന് എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയൊക്കെ ഒന്ന് ആഗ്രഹിക്കുക. എന്തൊരു പാടാന്നറിയോ ഈ കുറേ നേരമൊക്കെ യാത്ര ചെയ്യുന്ന മടുപ്പാന്ന്. പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി എന്നെ സുഖമാണ്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പോസ്തല പ്രവൃത്തി എഴുതിയിട്ടുണ്ടെന്നേ, പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേണ്ടുന്നില്ല. നമുക്ക് പക്ഷേ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച രാമേ പറഞ്ഞാടെ. വീണ്ടും ജനിക്കപ്പെട്ടവന്റെ മുമ്പിലെ കട്ടളകൾ അവന് അനുഗ്രഹത്തിന്റെ വാതിലുകളാണ്. വീണ്ടും ജനിക്കപ്പെട്ടവനെ കട്ടത കൊണ്ടുവന്ന പിശാചിന് പരാജയപ്പെടുന്ന പറ്റത്തില്ല. കട്ടത, പട്ടിണി, നഗ്നത, ആപത്തോ, വാളോ ഇതിനകത്തുനിന്ന് സ്നേഹത്തിന് വേർപിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഈ യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവന്റെ പ്രതികൂലങ്ങൾ വഴി തുറക്കാൻ വേണ്ടിയാണ്. അതിനെ പറ്റി കരം കൊടുത്തിട്ട് പറ, വീണ്ടും ജനിക്കപ്പെട്ടവന്റെ പ്രതികൂലങ്ങൾ വഴികൾ തുറക്കപ്പെടാൻ വേണ്ടിയാണ്. ഒന്ന് പറ, വാ തുറന്ന് പറയണം, വാ തുറന്ന് പറയണം. ആമേൻ. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വഴി തുറക്കാനാണ്. പക്ഷേ ഈ പ്രശ്നം വരുമ്പോൾ അതിത്തിരി പ്രയാസമാണ്. മരണനിഴലിൽ നടക്കുന്ന സമയമുണ്ടല്ലോ, അതിത്തിരി വലിയ പാടാണ്. 1 മണിക്കൂർ പോകണമെങ്കിൽ 1 ദിവസത്തിൻ്റെ ദൂരം വരും. ഞാൻ പിന്നീട് പറയാം. അപ്പം വീണ്ടും ജനിക്കപ്പെട്ടവന് തടസ്സങ്ങൾ വന്നാൽ വഴി തുറക്കാൻ വേണ്ടിയാണ്. തുറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സദ്ദാം ഹുസൈൻ മരിച്ച ദിവസം, സദ്ദാം വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്ന് എറണാകുളത്തൊരു സൗണ്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സൗണ്ട് കിട്ടിയില്ല. അങ്ങനെ എൻ്റെ 800 ഞാൻ തിരിച്ച് കൈപ്പുഴമുട്ട ബണ്ട് കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ കുറച്ച് ഇക്കമാർ തെങ്ങുന്നൊരു വട്ടം ഇട്ടിട്ട് ഹർത്താലാന്ന് പറഞ്ഞു. ഹർത്താല നട്ടുച്ച സമയം ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ചെല്ലുന്നത്. ഹർത്താല 5 മണി കഴിയാതെ വണ്ടി കൊടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, എനിക്ക് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്, എന്നെ വളരെ താഴ്മയോടെ എന്നെ വിടണം. അത് പറഞ്ഞു പോടാന്ന് പറഞ്ഞു. പാസ്റ്റർ മാറിക്കാൻ പറഞ്ഞു. എന്നാ ചെയ്യാനും മാറി. അത് കഴിഞ്ഞപ്പോൾ ഒരു ശബരിമലയുടെ വണ്ടി വന്നു. അപ്പോൾ ശബരിമലയുടെ വണ്ടി വന്നപ്പോഴത്തേക്ക് യുവമാർ അടിവൊക്കെയിട്ട് ആ ട്രാവലർ വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കങ്ങോട്ട് നമ്മുടെ ആത്മാവങ്ങൾ ചാർജായി. ഞാൻ പറഞ്ഞു, അവന്മാരെ വിട്ടെങ്കിൽ എന്നെയും വിടണം. അവന്മാർ മലപ്പുറത്തിരിക്കുന്ന വിളിക്കുന്നത്, ഞാൻ സ്വർഗത്തിരിക്കുന്നതിന് വിളിക്കുന്ന. ആരെ വിട്ടാലും നിന്നെ വിളികളെന്ന് പറഞ്ഞു. ആരെ വിട്ടാലും. അപ്പം നമ്മുടെ വീണ്ടും ജനിക്കപ്പെട്ടാലേ നമ്മളാരാ? ഞാൻ എൻ്റെ കൂടെ 2 പേരുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ തല്ലുകൊള്ളാൻ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി മൊബൈലും വാച്ചൊക്കെ വണ്ടിക്കകത്ത് വെച്ച് കാറിനകത്ത് വെച്ച് പൂട്ടിയിട്ട് ഒരു കട തിണ്ണയുണ്ട്. കടത്തിണ്ണ കയറി ഞങ്ങൾ 3 പേര് ഇരുന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി ഇങ്ങനെ നിറഞ്ഞിരിക്കുക. 19 പേര് അവിടെ വന്നിട്ടുണ്ട്. 19 വണ്ടി വന്നിട്ടുണ്ട്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ. അപ്പോൾ 3 ചെറുപ്പക്കാര് കൈയടിച്ച് പാടുന്ന കണ്ടുകൊണ്ട് വണ്ടിക്കകത്ത് ചൂടുകൊണ്ടിരിക്കുന്നവരെല്ലാം പുറത്തിറങ്ങി. പുറത്തേക്ക് ഞാൻ അന്ന് സഭ തുടങ്ങിയുള്ളൂ. ഞാൻ പോയി പ്രസംഗിക്കാൻ പോയി 20 പേരുണ്ട്. 10-40 രൂപ മുമ്പ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർ. ഞാനവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്കൊരു ഹല്ലേലൂയ സ്തോത്രമൊക്കെ 2-3 വിശ്വാസികളൊക്കെ വന്നു. 2 അപ്പോൾ 19 പേര് കൂടി. ഞാനങ്ങോട്ട് ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ നട്ടുമ്പാവ് അങ്ങനെ മാറി. നമ്മളങ്ങോട്ട് ആത്മാവിനങ്ങനെ കാത്താൻ തുടങ്ങിയാണ്. കത്തിയങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തൊപ്പി വെച്ച് താടിക്കാനം വന്ന് പറഞ്ഞു, നീ ഇവിടെ ഘോരം പ്രസംഗിക്കുന്നുണ്ടോ? നീ യേശുവിനെ പിടിച്ചു തരുമെന്ന് ചോദിച്ചു. ഞാനവിടെ അന്നേരം കഴിച്ചു. കൂത്രാമത്ത് എൻ്റെ അകത്തുള്ള യേശു, നിൻ്റെ അകത്തൊരു കൂത്രാമുട്ടെന്ന് പറഞ്ഞ് ചാടി അങ്ങനെ ഇറങ്ങി. ഇവൻ പേടിച്ചു പോയി. നമ്മൾ ആത്മാവിൽ നിൽക്കുകയല്ലേ. ഇത് വീണ്ടും ജനിക്കപ്പെട്ടവല്ലേ, നമ്മൾ ആത്മാവ് നിൽക്കുക. ഞാനങ്ങോട്ട് ചാടി പറഞ്ഞു ചാടി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ ഇവൻ വിറച്ചുപോയി. ഞാൻ കാര്യം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ അകത്തിരിക്കുക. നീ യേശുവിൽ വിശ്വാസം നിന്റെ അകത്ത് വരൂടാ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ ഇവൻ നിന്ന് വറക്കുക. നമ്മളങ്ങോട്ട് ആത്മാവിലായോണ്ടല്ലോ
ഈ കയൊക്കെ ശിംശവും വെറുതെ അല്ല പറിച്ചു, തൂണൊക്കെ പറിച്ചു കിടന്നത് നമ്മുടെ ആത്മാവിനായ നമ്മുടെ പവർ പറയാൻ പേടിച്ചു പോയി. ഇവൻ പേടിച്ചു പോയി. അവരെ കൂത്രാന്ന് പറഞ്ഞ് മുട്ട്, എൻ്റെ അകത്തുള്ള കർത്താവ് നിൻ്റെ അകത്തും പറയണോ. ഇവൻ വറച്ചു പോയി. അപ്പോൾ ഒരു വണ്ടി പോലീസ് വന്നു, പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഇവൻ തടഞ്ഞ് ഇവിടെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. ഇവൻ തടഞ്ഞ് ഇവിടെ പ്രസംഗിക്കും. ഞാനിങ്ങനെ ആത്മാവ് നിൽക്കുക. ഇത് മണ്ണിൻ്റെ ശക്തിയല്ല, ഇത് വിണ്ണിൻ്റെ ശക്തിയല്ലേ. ഈ കോട്ടകളെ ഇടിപ്പാൻ, കോട്ടകളെ ഇടിപ്പാൻ, കോട്ടകളെ ഇടിപ്പാൻ ഇന്ന് പകല ഒരു പവർ ഇതിനകത്ത് കാണട്ടെ. യെസ് യെസ്, പുറകിൽ അങ്ങ് ചെല്ലണമേൽ അഭിഷേകത്തിന്റെ ശക്തി തീ പോലെ കത്തുക, തീ പോലെ കത്തുക. ഈ ചെറുപ്പക്കാരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തീ കത്തിപ്പടരുകയാണ്, കത്തിപ്പടരുകയാണ്, കത്തിപ്പടരുകയാണ്. ആമേൻ. കരങ്ങൾ ഉയർത്തി രാമേ പറയണേ. സാറേ ഇവർ തടഞ്ഞാൽ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. 6 മണി വരെ തടഞ്ഞാൽ 6 മണി വരെ ഞാൻ ചെയ്യും പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. എസ് ഐ പറഞ്ഞു പഴയ ബന്ധിക്കോസാറ അല്ലെന്ന് പറഞ്ഞു. പഴയ ബന്ധിക്കോസാറേ അല്ല, തടിയെടുത്ത് മാറ്റിക്കോളാൻ പറഞ്ഞു. തടിയെടുത്ത് മാറ്റി. എനിക്ക് ഒറ്റ ദൂതേ പറയാനുള്ളൂ. പക്ഷെ യേശുവിനെ ഉയർത്തിയപ്പോൾ എല്ലാവരുടെ ചങ്ങല പൊട്ടിയതുപോലെ ഇന്ന് പകൽ നീ ആരാധിച്ചാൽ, നീ അവനെ ഉയർത്തിയാൽ, സകല നാമത്തിന് മേലായ യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽ എത്ര പേർക്ക് ശക്തിയോടെ ആമേ പറയാൻ പറ്റും? അങ്ങനെ ഒരു അഭിഷേകത്തിലേക്ക് ചിലതിനെ കർത്താവ് നടത്താൻ പോവുകയാണ്. അങ്ങനെ ഒരു ആത്മമണ്ഡലം ഇന്ന് പകൽ ഇതിനകത്ത് ഓപ്പണാകുക. യേശുവിന്റെ നാമത്തിൽ ഓപ്പണാകുക, യേശുവിന്റെ നാമത്തിൽ ഓപ്പണാകുക. വീണ്ടും ജനിക്കപ്പെട്ടവന്റെ പവർ. ആമേൻ. ഹർത്താൽ മാറിപ്പോയി. അവിടെ നിന്ന് ഞാൻ കാറിലേക്ക് പോകുന്നിടത്ത് 2 പേര് വന്നു ചോദിക്കുക, ഫസ്റ്റ് ഒരു ഡേറ്റ് തരാമോ? ഞങ്ങളുടെ നടത്തി പ്രസംഗം 3 മീറ്റിംഗും ബുക്കായിട്ട് ഞാൻ പോയെ. കളം വേറെയാ മോനെ, ഉണ്ടെന്നില്ല. കളം വേറെയാ. വീണ്ടും ജനിക്കപ്പെട്ടവനാ, വീണ്ടും ജനിക്കപ്പെട്ടവനാ. നിന്നെ പേടിപ്പിച്ചൊടുക്കാൻ പറ്റത്തില്ല. ഇത് മരണത്തെ ജയിച്ചവന്റെ പവറാ. ഇത് ഇന്ന് പകൽ പ്രാപിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ആത്മാവിൽ പ്രാപിച്ച കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ പ്രാപിക്കാൻ തയ്യാറായിക്കോ. റെഡിയായിക്കോ, റെഡിയായിക്കോ. ഒരു പവറിലേക്ക് കയറാൻ റെഡിയായിക്കോ. ഒരു ആത്മശക്തിക്കകത്ത് കയറാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജനിക്കപ്പെട്ടതാ. പറ, വീണ്ടും ജനിക്കപ്പെട്ടതാ. പറഞ്ഞ വീണ്ടും ജനിക്കപ്പെട്ടതാ. ദൈവത്തിന്റെ ജീവനാ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നേ. ആടെ ജീവനാ, ദൈവത്തിന്റെ ജീവൻ. എൻ്റെ മുമ്പിൽ വഴിയടക്കാൻ ഒരു പിശാചിനും പറ്റത്തില്ല. ഞാനാരാന്ന് എനിക്കറിയാം. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിലാ. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്താ. ദൈവത്തിന്റെ വചനം എൻ്റെ അകത്താ. ദൈവ ദൂതന്മാർ എൻ്റെ കൂടെയാ. ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകത്താൽ നിറയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ചില കുഞ്ഞുങ്ങൾ പ്രവചനത്താൽ നിറഞ്ഞു കയറുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഇതുവരെ ഇല്ലാത്ത ചില വഴികൾ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവം തുറക്കുന്നു. യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജനിക്കപ്പെട്ടവന്റെ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ ആ ഒരു പവർ ഒന്ന് അനുഭവിക്കണം. നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഒതുങ്ങി കിടക്കത്തില്ല.
നിന്റെ വിദ്യാഭ്യാസമല്ല, നിന്റെ പാരമ്പര്യമല്ല, നിന്റെ സൗന്ദര്യമല്ല, നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല, നിന്റെ അകത്ത് വന്ന ജീവൻ. സൗദി അറേബ്യ പോയി ശാന്തച്ചായൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അന്യഭാഷ പറയാം. അപ്പുറത്തെ വീട്ടിലെ ഉമ്മാക്ക് ഭൂതളകി. ഉമ്മാച്ചി അവിടെ അടിച്ച് പൊളിക്കുക മൊത്തം. അവസാനം അവിടുത്തെ മോളോ എന്ന് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ ബസ്സി ആൻറ്റി എന്ന് ചോദിച്ചു. പറഞ്ഞൊരു പാസ്റ്റർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാന്ന് പറഞ്ഞു. അവൻ വരാതെ പോവുകയെന്ന ഉമ്മ പറയുന്നു പറഞ്ഞ് വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ബസ്സി ആൻറ്റി പറഞ്ഞു, പാസ്റ്റർ ഇപ്പം തന്നെ നമുക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളിക്ക് എന്നാ കിട്ടിയല്ല, സൗദി അറേബ്യ. ശാന്തച്ചായനും അസിഫെന്ന് അവരുടെ ഇക്കട വരെ അസിഫിക്കാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ശാന്തച്ചായനും അസിഫിക്കാൻ വിളിച്ചു വരുത്തി. ഞാൻ പോയി പ്രാർത്ഥിച്ചു. ഉമ്മാച്ചിയുടെ ഭൂതം അവിടെ 10-16 ഇറങ്ങി. അത് മൈസൂരിൽ നിന്ന് വന്നതാ. മിണ്ടുന്നില്ല. 1000 റിയാല് ഇക്ക കൈവച്ചു വന്നു. വീണ്ടും ജനിക്കപ്പെട്ടതാണ്. ഈ പവർ വേറെയാ. ഈ പവർ വേറെയാ. ഞാനോർത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ചാടിയൊക്കെ എഴുന്നേറ്റിട്ട് കല്ലിലേക്ക് പറയുമെന്ന്. 2-3 സഹോദരന്മാർ എഴുന്നേറ്റുള്ളൂ. ഇടയ്ക്ക് എഴുന്നേറ്റ് കൈയൊക്കെ ഇങ്ങനെ പൊക്കണം. മിണ്ടുന്നില്ല. അല്ല 21 ദിവസം ഇങ്ങനെ ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എഴുന്നേറ്റോടെ ആത്മാവിനെ പൊടിക്കണം. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂതളകട്ട് പറയാണ്, ഇവളുടെ മോളുടെ നിക്കാഹ് 3 പ്രാവശ്യം മാറ്റിയത് ഞാനാ. ഇവൻ്റെ എന്താണ് ഷോപ്പിംഗ് കോംപ്ലക്സ് തുറക്കലെന്ന് പറഞ്ഞു. ഒക്കെ പൊട്ടിച്ചു. മോളുടെ കല്യാണം നടക്കാൻ റെഡിയായി. ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു. തട്ട ഇട്ടുകൊണ്ട് വന്ന് കുടുംബമായിട്ട് വ്യാപാരവനും സാക്ഷ്യം പറഞ്ഞു. ഇല്ലാൻസി വീണ്ടും ജനിക്കപ്പെട്ട നീ പോയാൽ പൊളിച്ചടുക്കും. നിന്റെ അകത്ത് വന്ന ആത്മാവോ ദൈവത്തിന്റെ ആത്മാവാ. നീ ഇന്ന് പകൽ ക്രിസ്തുവിന് പകരക്കാരായി സഭയ്ക്കകത്ത് ചിലർ എഴുന്നേൽക്കട്ടെ. ആത്മമണ്ഡലത്തെ അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. പൈശാചിക ശക്തികൾ പൊളിയട്ടെ. ആത്മാവിൽ പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോ. ആത്മാവിൽ പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചോ. വീണ്ടും പിടിച്ചോ. പ്രാപിച്ചോ. പുതിയ അഭിഷേകം പ്രാപിച്ചോ. യെസ് യെസ് പ്രാപിച്ചോ. 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 ഈ കുഞ്ഞുങ്ങൾ പ്രാപിക്കട്ടെ. 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 യെസ് യെസ് ലകര ഹതന രഗദല ഹതൽ കബടബല റീപാലദല ഹതൽ കബാല. പ്രാപിക്ക. പ്രാപിക്ക. പ്രാപിക്കട്ടെ. ഒരു പകർച്ച പ്രാപിക്കട്ടെ. പ്രാപിക്കട്ടെ. ഒരു പകർച്ച പ്രാപിക്കട്ടെ. ഇന്ന് പകൽ ചെറുതിനമേൽ പുതിയ അഭിഷേകത്തെ കർത്താവ് പകരുകയാണ്. പുതിയ ദൈവകൃപയെ കർത്താവ് പകരുകയാണ്. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ജനിക്കുക. ജയിച്ചിരിക്കുക. യേശു ദൈവപുത്രനെ വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പൊ വീണ്ടും ജനിക്കപ്പെട്ടവൻ ജയിത്തിലാ പോകുന്നത്. എത്ര പ്രശ്നം വന്നാലും ജയമാ. നിന്റെ വാ തുറന്ന് നീ അവിശ്വാസം പറയാതിരുന്നാൽ മതി. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാ. ദൈവം ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാരാ. നമുക്ക് പ്രതികൂലമാരാ. ആമേൻ.
ഈ കോവിഡിൻ്റെ സമയത്താണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത്. വലിയ പ്രശ്നമായിപ്പോയി. ലോകം മുഴുവനും അങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് അറിഞ്ഞു. വലിയ പ്രശ്നം. പോലീസുകാർ വിളിക്കുന്നു, മൊത്തം വിളിക്കുന്നു, മൊത്തം അങ്ങനെ തന്നെ സർക്കിളിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിരിക്കുക. തീർന്നടാ, പിശാച് പറഞ്ഞു തീർന്നു, ഷാജാ നിൻ്റെ പരിപാടിയെല്ലാം തീർന്നു, നിൻ്റെ വിശ്വാസമെല്ലാം തീർന്നു, ഇപ്പം തീരാൻ പോവാം. അപ്പം ഞാൻ അവിടെ നിന്ന് പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ തിങ്ങുന്ന വേദനയാണ്. കാരണം കൈവിട്ടുപോയി. അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ലോകം മുഴുവൻ എവിടെയെല്ലാം മലയാളിയുണ്ടോ, ഞാൻ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. കോവിഡില്ല, നിനക്കറിയത്തില്ലടാ, ആരാധിച്ചില്ല, നിനക്ക് എന്നാ പറ്റും? സാധാരണ ആൾക്കാർ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കോവിഡിൻ്റെ സമയത്ത് ആരാധന ഈ എന്തുവാ ഒരു സംഭവം വന്നല്ലോ, കർഫ്യൂ വന്നപ്പോഴത്തേക്ക് 7 മണി തൊട്ട് കർഫ്യൂവാണ്. ഞാൻ 4 മണിക്ക് ആരാധന വെച്ചു. 4 മണിക്ക് ആരാധന വെക്കുമ്പോഴത്തേക്ക് 6 മണിയാകുമ്പോൾ തീരും. 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു വിടാം ആൾക്കാരെ. 50 പേര് വന്നാൽ മതി എന്ന് പറഞ്ഞു. 50 പേരെന്ന് പറഞ്ഞപ്പോൾ 150 പേര് 4 മണിക്ക് വന്നു. എൻ്റെ ചങ്ങനകത്തൊരു ഇടുത്തി പോലെ ആയിപ്പോയി. കാരണം ആൾക്കാർ വരുമ്പോൾ വാസന്മാർക്ക് സന്തോഷം. ഞാൻ വെളുപ്പാൻ കാലത്ത് ആര് വരാനാണ് വിചാരിച്ച് വെളുപ്പാൻ കാലത്ത് വെച്ചത്. 150 പേര് വന്നു. അങ്ങനെ വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. ഒരു പെണ്ണ് മഫ്തിയിൽ പോലീസുകാർ വന്നു വീഴി പിടിച്ചപ്പോഴത്തേക്ക് ഒരു പെണ്ണ് ഒറ്റ തട്ട് കെട്ടി ഫോൺ പൊട്ടിപ്പോയി. അത് വേറൊരു പോലീസുകാരൻ പിടിച്ചോണ്ടിരിക്കുക. കൃത്യമായിട്ട് ക്യാമറ ഇതങ്ങോട്ട് വൈറലായി. ദൈവത്തിൻ്റെ കരുതൽ നമ്മൾ ആത്മാർത്ഥത്തോട് ചെയ്തതാണെങ്കിൽ എവിടെ ദൈവം ഒരു വഴി തുറക്കും. അപ്പോൾ ഉടനെ SIനെ വിളിച്ചു. SI വന്നപ്പോൾ നമ്മുടെ ചർച്ചയിലെ ലീഡറിൻ്റെ അളിയനാണ്. അപ്പോൾ ലീഡറിങ്ങനെ നിൽക്കുക. അപ്പോൾ SI വന്ന് കണ്ടപ്പോഴത്തേക്ക് എന്നാ ആളിയാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പോലീസാണ് ചോദിച്ചു, നിങ്ങൾ ഇവിടെ നോട്ടീസ് കൊടുത്തോ? ഇത്രയും വലിയ ചർച്ച പോലീസ് സ്റ്റേഷൻ തൊട്ട് കഴിഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തില്ല, അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ഈ പോലീസുകാരെ ഫയർ ചെയ്തു. യുവന്മാർ കലിപ്പേറി യുവന്മാരെ അത് ക്യാമ്പിലേക്ക് അയച്ചു. ക്യാമ്പിൽ നിന്നും യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും മൊത്തം പോയി. അപ്പോൾ മൊത്തം ആൾക്കാർ പറയാൻ തുടങ്ങി, ഡെലിവറി ചർച്ച അടച്ച് പൂട്ടാൻ പോവാ, ഇനി രക്ഷയില്ല. ഞാനും പെട്ടു. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കെ നിൽക്കുക. അപ്പോൾ ഞാൻ നെഞ്ചിനകത്ത് മൊത്തം വേദനയാണ്. ഞാൻ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടിയായിരിക്കും. ഞാനിങ്ങനെ പറഞ്ഞു, ഞാനും ജോളി ബ്രദറും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പോലീസുകാരൻ വന്ന് ഒറ്റ ദൂതനോട് ഒറ്റ പ്രവചനം. പുള്ളിന്ന് പറയാ, പക്ഷെ ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ പോവാം, പക്ഷെ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് പറയാ, പാസ്റ്റോട് ഈ വചനം പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്കൂടി വ്യാപരിക്കും. ഇവിടെ പോലീസുകാരനെ കൊണ്ട് പ്രവചിപ്പിക്കാൻ എന്റെ ദൈവത്തിനെ ഒറ്റൊരു പ്രവാചകൻ വിളിച്ചില്ല. പക്ഷേ നമ്മുടെ ദൈവം ആരാ? ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന പോലീസുകാരൻ വന്ന ഒറ്റ പ്രവചനം. ഞാനിങ്ങനെ പ്രവചിച്ചിട്ടില്ല. ഇവിടെ കഴുതയെ കൊണ്ട് പ്രവചിക്കാമെങ്കിൽ പിന്നെ പോലീസുകാരനെ കൊണ്ട് ഇത്ര വലിയ ദൈവത്തെ പ്രസംഗിക്കാൻ പറ്റിയതിന്റെ അനുഗ്രഹമാണ്. സേവിക്കാൻ പറ്റിയതിന് പോലീസുകാരൻ ദൂത് പറഞ്ഞു, എല്ലാം നന്മയ്ക്ക് വേണ്ടി നീ എന്ത് പറയുന്നുവോ അതായിരിക്കും നിന്നോട് പറയുന്ന പ്രവചനം. നീ വിശ്വാസത്താൽ എന്ത് പറയുന്നുവോ അതായിരിക്കും നിന്നോടുള്ള പ്രവചനം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വളരെ ശക്തിയോടെ പറയാം, നീ വിശ്വാസത്തോടെ എന്ത് പറയുന്നുവോ അതായിരിക്കും നിന്നോടുള്ള പ്രവചനം. ദൂത് കേട്ടപ്പോ നമ്മുടെ അകത്ത് പൊങ്ങി വന്ന വേദനയും വിഷമവും നിരാശയും ഒക്കെ ഈ ദൂത് വന്ന് ഇടിച്ചു കളഞ്ഞു. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ അകത്ത് എത്ര വേദന ഉണ്ടെങ്കിലും ഒരു പ്രവചന ശബ്ദം അതിനെ പൊളിച്ചു മാറ്റാൻ പോവാ. ഒരു പ്രവചന ദൂത വേദനയെ പൊളിച്ചു മാറ്റാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. ആമേ പറയാൻ പറ്റുന്നവർ ആത്മാവിൽ ആമേ പറഞ്ഞോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എനിക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ
വലിയൊരു സാന്നിധ്യം ഇതിനകത്ത് വന്ന് നിറഞ്ഞു നിൽക്കുന്ന എനിക്കറിയാം. ഇന്ന് പകൽ ഇതിനകത്ത് വെറും ഒരു വിശ്വാസമായിട്ടല്ല, വീണ്ടും ജനിക്കപ്പെട്ട സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൈവശമുള്ള ചില അധികാരമുള്ള ചില ഇതിനകത്ത് എഴുന്നേറ്റ് വരാൻ പോകുകയാണ് ഇന്ന് പകൽ. അങ്ങനെയുള്ളവർ എത്ര പേർ ഇതിനകത്തുണ്ട്? അങ്ങനെ ഈ ഫോൺ പൊട്ടിപ്പോയ പോലീസുകാരനും എന്നെയും കൂടെ സർക്കിളിൻ്റെ മുമ്പിൽ കയറ്റി. അപ്പം ഞാൻ ആത്മാവിൽ പ്രാർത്ഥന, കർത്താവ് എല്ലാം നന്മയ്ക്കാ കൂടി വായിക്കും, എല്ലാം സർക്കിൾ വയ്ക്കുക. എന്നെ സംഭവിച്ചേ പോലീസുകാർ വയ്ക്കുക. അത് സാറേ, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ നേരത്തെ പ്രയർ നിർത്തി, 6 മണിക്ക് നിർത്തി. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞങ്ങൾ ചെന്നതാണ്. അപ്പോൾ പോലീസാന്ന് പറഞ്ഞപ്പോൾ ഒരു പെങ്കുച്ചു പേടിച്ചു പോയി. പേടിച്ചിങ്ങനെ വിറച്ചപ്പോൾ അവളുടെ കൈ കൊണ്ട് ഫോൺ താഴെ വീണതാണ്. തനിക്ക് വല്ല പരാതിയുണ്ടോ? എനിക്കൊരു പരാതിയില്ല സാറേ. താൻ ഫോൺ പൊട്ടിയതിന് ഒരു പരാതിയില്ല. എന്നപ്പോൾ ഒക്കെ പ്രശ്നമൊന്നുമില്ലെന്നോ? മല പോലെ വന്നത് പ്രവാചകന്മാർ എഴുന്നേറ്റ് പ്രവചിക്കുമ്പോൾ ചില പ്രശ്നങ്ങളെ കർത്താവ് ഇടിച്ചു കളയാൻ പോവാ. നിന്നെ തകർക്കാൻ വന്ന ചില വെല്ലുവിളികൾ ആത്മാവിൽ പൊട്ടിക്കുക. ഓ ശകരാതല ഹന്തൽ കബാലക. ആമേൻ. കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു, സാറേ ഫോൺ വാങ്ങിച്ചു തന്നോ? പുള്ളി പറഞ്ഞു, വേണ്ട പാസ്റ്ററെ, എന്നോട് ദൈവം ഇന്നലെ പറഞ്ഞു, അവനോട് ഗുണമോ ദോഷമോ. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ അവനെ കൈവിടുകയില്ല, അവനെ ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ ദൈവം എത്ര വലിയവനാ. ഗുണമോ ദോഷമോ ചെയ്തേക്കരുത്, അവൻ എൻ്റെ അഭിഷിക്തനാ. വിറച്ചു പോകും കേട്ടോ, പോലീസുകാർ വിറച്ചു പോകും, നിയമങ്ങൾ വിറച്ചു പോകും, മന്ത്രിമാർ വിറച്ചു പോകും. ജീവനുള്ളൊരു ദൈവം, സകല മനുഷ്യന്റെ പ്രാണൻ ജീവശ്വാസം കൈവശമിരിക്കുന്നവനാ എന്റെ അപ്പൻ. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് 3 പിള്ളേരാ, പാസ്റ്റർ എൻ്റെ മക്കളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? ആര് കൈവിട്ടാലും, ആര് തള്ളിക്കളഞ്ഞാലും, ആര് മാറിപ്പോയാലും മാറിപ്പോകാത്ത ജീവനുള്ള ദൈവത്തെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്. അത് ഉറപ്പുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? ഉറപ്പുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? കരങ്ങളെ ഉയർത്തിക്കൊണ്ട് രാമേ പറഞ്ഞാടെ. എങ്ങനെ പ്രസംഗിക്കാതിരിക്കും? സ്തോത്രം. വീണ്ടും ജനിക്കപ്പെട്ടവനാണ്. വീണ്ടും ജനിക്കപ്പെട്ടവൻ വിശ്വാസമേ പറയാവൂ. കഷ്ടത ഉണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാവും. അന്നെനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് വേണ്ടി ഏത് ലോക്ക്ഡൗൺ അല്ല, ഏത് കർഫ്യൂ അല്ല, എന്നാ മണ്ണാങ്കട്ട വന്നാലും. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ലോക്ക്ഡൗണാണ്. വലിയ പ്രശ്നം. 3 ലക്ഷം രൂപയുടെ ഒരു ഫാനാണ് വാങ്ങിച്ചു വെച്ച് ചർച്ചിൽ. ചർച്ച് മൊത്തം പണിതു, സ്റ്റുഡിയോ പണിതു, ക്യാമറ വാങ്ങുന്നു, മൊത്തം സെറ്റപ്പ് ചെയ്യുന്നു. ആൾക്കാരെല്ലാം നോക്കുന്നു. എടാ, ഈ ലോക്ക്ഡൗണിന് പണിയെല്ലാം സഭയില്ല, സ്വോത്ര കാഴ്ചയില്ല, ഒന്നുമില്ല. പക്ഷെ വഴി തുറന്ന അന്നാ മിണ്ടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കൊളസ്ട്രോൾ വന്നിട്ടില്ല. ഏലിയാവിനെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് കഴിക്കുക, പിന്നെ കുറച്ച് നേരം ഉറങ്ങുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. അവസാനം കൊളസ്ട്രോൾ ആയിപ്പോയി ലോക്ക്ഡൗണിനെ. ഒത്തിരി അനുഗ്രഹിച്ചു. ഒത്തിരി ദൈവാസന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1-ാം തീയതി എല്ലാവരുടെയും ബാങ്കിൽ പൈസ പോകും.
ഒറ്റ ദിവസം ഡിലേ ചെയ്തിട്ടില്ല. സഭയല്ല, സ്തോത്ര കാഴ്ചയല്ല, എന്നെ നടത്തുന്ന വിളിച്ച ദൈവമാ. യേശുവിന്റെ നാമത്തിലാ ഇന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കാം. വീണ്ടും ജനിക്കപ്പെട്ടവൻ ജയത്തിൽ ആരംഭിക്കുന്നതാ, ജയത്തിൽ അവസാനിക്കുന്നേ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ഇനി എന്നാ പ്രസംഗിക്കാനാ. സമയമായി, തുടങ്ങിയതുള്ളൂ. ഒരു 15 മിനിറ്റ് കൂടെ. അതിനകത്ത് ഒരു വചനം, ഈ വീണ്ടും ജനിക്കപ്പെട്ടവന് കഷ്ടത ഉണ്ടാവും. യാക്കോബ് പറയുന്നു, കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നിന്റെ കഷ്ടത വരുമ്പോൾ നീ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവനാണ് ദൈവത്തിന്റെ വെളിപ്പാടുകൾ ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്നവനാണ് ദൈവ ശബ്ദം വരുന്നത്. ഈ പ്രാർത്ഥിക്കുന്നവനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവനെ എത്ര വലിയ ആയുധം ഉണ്ടാക്കിയാലും അത് ഫലിക്കത്തില്ല, ഫലിക്കത്തില്ല, ഫലിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവനത്. ഹല്ലേലൂയ, ആമേൻ. നിങ്ങളത് ആത്മാവിൽ ഇരിക്കുന്നതുകൊണ്ട് ദൂത് പൊളിച്ചു വരിക. ആമേൻ. ഈ ആത്മാവുള്ളിടത്ത് വന്നാൽ ദൂതിങ്ങനെ പൊങ്ങി വരും. ഞാൻ 2-3 കാര്യം കൂടി പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ഞാൻ നിങ്ങളുടെ തലയെ കൈവെക്കും. എനിക്ക് ഉറപ്പാ, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിക്കും. എനിക്കുറപ്പാ, എനിക്കുറപ്പാ, എനിക്കുറപ്പാ. ആമേൻ. കഷ്ടം അനുഭവിക്കുന്നവൻ, പിശാച് കഷ്ടത കൊണ്ടുവരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? ആദ്യത്തെ പുള്ളി ആരാ? കഷ്ടത. അപ്പോൾ കഷ്ടത കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാനാ. നമ്മളൊരു പാട്ടിങ്ങനെ പാടാറുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഞാൻ ആ പാട്ട് പാടിയരാ. ചോദിക്കണമെന്നൊക്കെ പറയും, ചോദിച്ചു പോവും, മിണ്ടുന്നില്ല. കർത്താവേ, എന്നാലും എന്നോട് ചോദിക്കേ, ചോദിക്കും. ഓർഗണ ഹൃദയമൊക്കെ വെക്കുമ്പോൾ എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ. പാടാനൊക്കെ നല്ല എളുപ്പമാണ്. കരഞ്ഞ് രാത്രി കിടന്ന് ഉരുണ്ടും മറിഞ്ഞും കിടന്ന് ചോദിക്കും, മിണ്ടുന്നില്ല. കഷ്ടത വരുമ്പോൾ എന്നാ ചെയ്യണം? ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടും. പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൂതന്മാർ നിനക്ക് മുമ്പേ ഇറങ്ങി വരും. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. ഈ ദാനിയേൽ പ്രാർത്ഥിച്ചു, സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു. കൈരേഖ എഴുതി ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോഴും എന്ത് ചെയ്തു? മാളിക മുറിയിൽ കയറി യെരൂശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്ന് പതിവ് പോലെ ദിവസവും 3 നേരം മുട്ടുകുത്തി തന്നെ പ്രാർത്ഥിച്ചു. ദാനിയേലിനെ സിംഹക്കുഴിക്കകത്തിട്ടു. പക്ഷേ സിംഹക്കുഴിക്കകത്ത് ചെല്ലുന്നതിന് മുമ്പ് ദൂതനിറങ്ങി സിംഹത്തിന്റെ വായടച്ചു. നിനക്ക് പ്രശ്നം വരും, പക്ഷെ പ്രശ്നം നിന്നെ തൊടത്തില്ല. പ്രശ്നം നിന്നെ തൊടത്തില്ല. പ്രശ്നം നിന്നെ തൊടത്തില്ല. ആമേൻ. നിന്റെ കഷ്ടത നിനക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുമ്പ് ഫോർട്ട് കൊച്ചി ഷൈൻജൻ്റെ വീട്ടിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീം പ്രവർത്തനം നടന്നു. അങ്ങനെ ന്യൂ ഇന്ത്യ ചർച്ചോകൻ്റെ പാസ്റ്റേഴ്സ് എല്ലാം കൂടി 2 പേരായിട്ട് ഇങ്ങനെ ട്രാക്ട് കൊടുക്കാൻ പോയി. അങ്ങനെ ഞങ്ങളും ഈ ചട്ടപ്പാലത്ത് വന്ന് ട്രാക്ട് കൊടുത്തപ്പോൾ തൊട്ടപ്പുറത്തെ വഴിയിൽ ഇപ്പുറത്തെ വീട്ടിൽ ട്രാക്ട് കൊടുക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പട്ടി അവിടുത്തെ ഒരു പെണ്ണിനെ കടിച്ചപ്പോൾ ഞാനൊരു പാസ്റ്ററുണ്ട്. ഞാൻ പറഞ്ഞു, ജോയി പാസ്റ്റർ നമുക്ക് ആ വീട്ടിൽ കയറി ട്രാക്ട് കൊടുക്കണം. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പട്ടിയില്ലാത്ത എന്തോരം വീടുണ്ട്. ഈ പട്ടിയുള്ള വീട്ടിൽ തന്നെ പോയി ട്രാക്ട് കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സിംഹത്തിൻ്റെ വായടച്ച ദൈവോ നമ്മുടെ ദൈവം. അപ്പോൾ പുള്ളി പറയാ, അത്
ദാനിയേലിന് വേണ്ടിയല്ലേ. ഞാൻ പറഞ്ഞു പണ്ടെങ്ങാനും ദാനിയേലിനോട് സിംഹത്തിൻ്റെ വായടച്ചിട്ട് എനിക്ക് എന്നാ ഗുണം? ഇവിടെ സിംഹവും ഇല്ല, പുലിയില്ല, ഇവിടെ ഉള്ള പട്ടിയാ. മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, വാസു ഞാനവിടെ പറയാൻ പോവാം, വാസു വരുന്നുണ്ടോ? പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ ഈ ചാട്ടമൊക്കെ നിന്നോളൂ, കെട്ടാത്തതിന് കുഴപ്പമാണ്, പോയി പറഞ്ഞിട്ട് വരാൻ പറയും. നമ്മൾ കത്തി നിൽക്കുകയല്ലേ. നമുക്ക് അന്ന് അത്രയും ഈ വീണ്ടും ജനിച്ചതിൻ്റെ പവറൊന്നും അറിയത്തില്ല. പക്ഷേ ഈ സാധനം അകത്തുണ്ട്. അന്ന് ഈ പവർ അറിയത്തില്ലല്ലോ വീണ്ടും ജനിക്കപ്പെട്ടാന്ന്. ഇപ്പോഴല്ലേ വചനമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നമ്മുടെ അകത്ത് വന്ന ആത്മാവ് മരണത്തിൽ നിന്ന് പൊങ്ങിയതാണെന്ന്. ഞാൻ ആ ഗേറ്റിലേക്ക് കഴിച്ചു, യേശുവിൻ്റെ നാമത്തിൽ പാട്ടിടാ വായ ഞാൻ ബന്ധിക്കുക. സിംഹത്തിൻ്റെ വായടച്ച് അതേ ദൂതനിറങ്ങി വായടച്ചു വന്നു പറഞ്ഞു. ഞാൻ ചെന്ന് ബെല്ലടിച്ചപ്പോൾ ഒരു ആംഗ്ലിന് ആൻറ്റി വന്ന് വാല് തുറന്നു. ടിപ്പു പട്ടിക്കിട്ട് നോക്ക്, എനിക്കിട്ട് നോക്കും. ഞാൻ പറഞ്ഞു ടിപ്പുവിനെ വിളിക്കണ്ട, അനങ്ങേലെന്ന് പറഞ്ഞു. അനങ്ങേലെന്ന് പറഞ്ഞു. ചെന്ന് സുവിശേഷം പറഞ്ഞു, ദൂത് പറഞ്ഞു. അവർ പറഞ്ഞു പാസ്റ്റർ വീട്ടിൽ കയറാൻ പറഞ്ഞു. കഥയൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. എന്നോട് ചോദിച്ചു കാപ്പി വേണോ ചായ വേണം? ഞാൻ പറഞ്ഞു ഈ ചൂടത്ത് കാപ്പി ചായ തണുത്തല്ലോ ഉണ്ടോ? ഒരു നല്ല ജ്യൂസ് എനിക്കൊണ്ട് തന്നപ്പോൾ ഞാൻ അവരുടെ സോഫ ഇരുന്ന്, നിന്റെ വിശ്വാസം നീ എടുത്ത് ഉപയോഗിക്കുക. നിനക്കുള്ളതെല്ലാം ഈ പട്ടണത്തിലുണ്ട്. നിനക്കുള്ളതെല്ലാം ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഒരു കണ്ണ് കാണാത്തതോ ചെവി കേൾക്കാത്തതോ മനുഷ്യന്. ആമേൻ. ഞാൻ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന പുള്ളി എന്നെ വെയിറ്റ് ചെയ്ത് വെയിലത്ത് നിൽക്കുക. അതൊരു വിളിയാ. ഈ സാധനം കയ്യിലുണ്ടായിട്ട് അറിയാം, ഇതകത്ത് കയറണം, ഇതകത്ത് കയറണം. ഇന്ന് ചിലതിൻ്റെ അകത്തേക്ക് ഇത് കയറാൻ പോവാടോ. ഇന്ന് ചിലതിൻ്റെ അകത്തേക്ക് ഈ വചനം അഭിഷേകത്താൽ കയറാൻ പോവാ. വിശ്വസിക്കുന്ന ആമേ പറഞ്ഞാടെ. ആമേൻ. ചേർന്ന് ആമേ പറഞ്ഞാടെ. നല്ലൊരു ആമേ പറഞ്ഞാടെ. ഞാൻ തിരിച്ചു പോന്നു. വന്നപ്പോൾ എന്നോട് പുള്ളി കയ്യെന്നോട് പറഞ്ഞു, ഷാജ പട്ടിയാണെങ്കിലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പാസ്റ്ററിൻ്റെ കൂടെ കയറിയിരുന്നെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കാമെന്നല്ല, നമ്മൾ ഈ വെയിലും കൊണ്ട് നടക്കുകയില്ല. ഞാൻ വന്ന പട്ടി കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വന്ന അതിനെക്കാട്ടും വലിയ സംഭവം തിരിച്ചു വന്നപ്പോൾ ഒരു പാസ്റ്റർ, കടന്തറയിലെ പാസ്റ്റർ കയ്യിലൊരു കെട്ടുപാട്ട് വന്നേക്കാം. അപ്പോൾ എന്നാ പറ്റി? പട്ടി കഴിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബന്ധിച്ചില്ലേ, ബന്ധിക്കാനുള്ള സമയം കിട്ടില്ല, പെട്ടെന്നുള്ള അറ്റാക്കാണ്. ഹല്ലേലൂയ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയണം, എൻ്റെ മുമ്പിൽ ദൂതന്മാർ ചലിക്കട്ടെ, എല്ലാ ദുർഘടങ്ങളും സമഭൂമിയാകട്ടെ. ആമേൻ. ഇന്ന് ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന ചിലത് ഇവിടെ സംഭവിച്ചു തുടങ്ങുകയാണ്. ചിലതെല്ലാം ആത്മാവിൽ തുറന്നു വരികയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ടെ. വീണ്ടും ജനിക്കപ്പെട്ടവൻ ആത്മാവ് കാറ്റ് പോലെയാ. എവിടെ നിന്ന് വരുന്നെന്നും എങ്ങോട്ട് പോകുന്നെന്നും പ്രാർത്ഥിക്കുന്നവനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ദൂതൂടെ പറഞ്ഞിട്ട് കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ കുഴിക്കകത്ത് പോയി സിംഹത്തിൻ്റെ വായടച്ചു. അവസാനം ദാനിയേൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. രാജാവ് വന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല, ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുക ഉണ്ടെന്നില്ല. പിറ്റേ ദിവസം രാവിലെ ദാനിയേലിൻ്റെ ദുഃഖ ശബ്ദത്തോട് ചോദിക്കുക, ദാനിയേലേ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, രാജാവ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന നിനക്ക് കഷ്ടത വരാം, പക്ഷെ അത് നിന്റെ പ്രമോഷനാണ്, അത് നിന്റെ ശക്തി തെളിയിക്കാനാ, അത് നിന്റെ അനുഗ്രഹത്തിനാ, അത് നിന്റെ ഉയർച്ചയ്ക്കാ, അത് നിന്റെ അഭിവൃദ്ധിക്കാ. കരം ഉയർത്തി ഒരാമേ പറഞ്ഞാടെ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം വാക്യം. പെട്ടെന്ന് വായിച്ചാടെ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. കഷ്ടതയിലാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ കാണാനുള്ള അവസരം. ദൈവത്തെ കാണാനുള്ള യഥാർത്ഥത്തിൽ ദൈവത്തെ കാണുന്ന അനുഭവം നിനക്ക് വരുന്ന കഷ്ടതയാണ്. റിയൽ
യേശുവിനെ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചാരിക്കിടന്നവനാ. പക്ഷെ യോഹന്നാനോട് ചോദിക്കാം, യോഹന്നാൻ റിയൽ യേശു ഏതാ? യോഹന്നാനെ യഥാർത്ഥത്തിൽ യേശു ആരാ? യോഹന്നാൻ പറയും, ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചവനല്ല യേശു. ആമേ, പത്മോസിൽ ഞാൻ കണ്ടത് മാറത്ത് പൊൻകച്ച കെട്ടിയവനാ, അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവനാ, ആമേ, വെള്ളോട്ടിൽ സദൃശ്യമായ കാലുള്ളവന്, 7 നക്ഷത്രം വലങ്കൈ പിടിച്ചവനാ. അവനാ യഥാർത്ഥ ആൽഫയും ഒമേഗയുമായവൻ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ. യഥാർത്ഥത്തിലുള്ള യേശു ആരാ? നമ്മുടെ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. കഷ്ടത വരുമ്പോൾ നമ്മൾ പറയരുത്, കർത്താവേ എനിക്ക് കഷ്ടതയാണല്ലോ. കഷ്ടത വരുമ്പോൾ നീ പറഞ്ഞോണം, ഇത് എനിക്കവനെ കാണാനാ, എനിക്കവനെ കാണാനാ. ഒന്ന് പറയാം, എനിക്കവനെ കാണാനാ. നിന്റെ കഷ്ടത നിനക്ക് ദൈവത്തെ മുഖാമുഖം കാണാനുള്ള അവസരമാണെന്ന് വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവവിധൽ തീരുമാനിച്ച് ഉറപ്പിച്ചാൽ നിനക്ക് ആരോടെ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇന്ന് വന്ന കഷ്ടത അതൊരു വെളിപ്പാടി കേറാനാ, അതൊരു വെളിപ്പാടി കേറാനാ. ആമേൻ, ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ നിങ്ങൾ കഷ്ടതയിൽ അങ്ങോട്ട് എൻജോയ് ചെയ്യണം. പത്മോസിൽ കൊണ്ടുപോയി ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ നാട് കടത്തുക. എല്ലാ അപ്പോസ്തലന്മാരും തീർന്നു. അവസാനത്തെ അപ്പോസ്തലനായ യോഹന്നാൻ വാർദ്ധക്യത്തിലായി, നാട് കടത്തുക. കപ്പലിൽ നിന്ന് തള്ളിയിട്ട് കപ്പലിലെ പടയാളി പറഞ്ഞു, യോഹന്നാനെ നിന്റെ അവസാനത്തെ വാതിൽ അടക്കുക എന്ന് പറഞ്ഞു. അടച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ ലോകം അടയ്ക്കുമ്പോൾ സ്വർഗത്തിൽ ചില വാതിലുകൾ തുറക്കും. ഞാൻ സ്വർഗത്തിൽ ചില വാതിലുകൾ തുറക്കുക. ഈ ലോകത്തിലെ വ്യക്തികൾ നിനക്കെതിരെ വാതിൽ അടയ്ക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് ചില വാതിലുകൾ തുറക്കുക. സ്വർഗത്തിലെ ദൈവം നിനക്ക് വാതിലുകൾ തുറക്കുക. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? പത്മോസിൽ യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവേശനായി. അവൻ യേശുവിനെ കണ്ടു. 3 വർഷം കൂടെ നടന്ന യേശു അല്ല, അവൻ യേശു അല്ല അവനെ കണ്ടത്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവൻ കണ്ട യേശു അതല്ല. അവൻ പറയും, റിയൽ യേശു സ്വർഗത്തിൽ സ്വർഗാദി സ്വർഗത്തിലോ ഒതുങ്ങാത്തവനാണ്. കൈയടിക്കാൻ വരട്ടെ, കൈയടിക്കാൻ വരട്ടെ. കൈയടിക്കുന്നെങ്കിൽ ആത്മാവായി അടിച്ചോണം. ഇതിനുള്ള സമയം നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്ന സമയമാണ്. ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങളുടെ ലൈഫിനെ തിരിക്കുന്ന സമയമാണ്. സ്വർഗവുമായിട്ട് നേരിട്ട് എൻകൗണ്ടർ ഉണ്ടാകുന്ന സമയമാണ്. ദൂതന്മാർ ഇതിനകത്ത് വന്ന് ചിലർക്ക് പുതിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് ഞാൻ കാണുന്നു. ചിലരുടെ നാവിനെ തീനാവാക്കി മാറ്റുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ചില പ്രവാചകന്മാർക്ക് പുതിയ വെളിപ്പാടുകൾ വെളിപ്പെടുത്തുന്ന പുതിയ മണ്ഡലത്തിലേക്ക് കേട്ടുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. നിന്റെ മുമ്പിൽ പിശാച് അടച്ചു വെച്ച ചില വാതിലുകളെ ഇന്ന് പകൽ ദൂതന്മാർ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് നിങ്ങളുടെ കഷ്ടതയിൽ നിങ്ങൾ കണ്ട വെളിപ്പാടാണ്. കഷ്ടതയിൽ നിങ്ങൾ കേട്ട ദൈവശബ്ദമാണ്. കഷ്ടതയിൽ നിങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യമാണ്. ഞാൻ പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്ന് പ്രസംഗിച്ചാലും പ്രസംഗം തീരത്തില്ല. എൻ്റെ ലൈഫിൽ എന്നെ ഇത്രയും സ്ട്രോങ് ആക്കി നിർത്താൻ കാരണം എൻ്റെ കഷ്ടതയിൽ ഇറങ്ങി വന്ന യേശു ക്രിസ്തുവാണ്. എൻ്റെ കുഞ്ഞ് തിരുവനന്തപുരം RCCയിൽ ICU കിടക്കുമ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ആൻസിയോട് പറഞ്ഞു, ശനിയാഴ്ച അവന് ഫിക്സ് ഉണ്ടായി, കോമ സ്റ്റേജിലായി. എന്തുവാ MRI സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല, 24 മണിക്കൂറിന് അപ്പുറത്തേക്ക് അവൻ പോകത്തില്ല, സംസാരിക്കത്തില്ല, കണ്ണു തുറക്കത്തില്ല, കേൾക്കത്തില്ല, കാണത്തില്ല, ഞരങ്ങിക്കൊണ്ട് കിടക്കത്തുള്ളൂ, പോകുമെന്ന് പറഞ്ഞു. ശനിയാഴ്ച ഞാൻ പറഞ്ഞു, ആൻസി എന്തെല്ലാം ഉണ്ടോ വിളിച്ചാൽ മതി, സഭായോഗം മുടക്കരുത്, സഭായോഗത്തിന് പോവാ.
എൻ്റെ കുഞ്ഞ് ICU കിടക്കുമ്പോൾ സഭായോഗം മുടക്കിയെന്ന് വെച്ചാൽ ആരും എന്നെ കുറ്റം പറയത്തില്ല. പക്ഷെ എടുത്ത തീരുമാനം മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. തിരിച്ചു പോരുമ്പോൾ ആ ഒരു രാത്രി ഞാൻ കഴിച്ചത്, ആൻസി വിളിക്കുന്നത് എനിക്ക് പേടിയാ. ഞാൻ 10 മിനിറ്റ് കഴിയുമ്പോൾ ആൻസിനെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ആൻസി വിളിച്ചാൽ എന്തായിരിക്കും മറുപടി എന്ന് എനിക്ക് പേടിയാ, എനിക്ക് ഭയമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അന്ന് രാത്രി ഈ കണ്ണുനീര് ആഹാരം എന്നൊക്കെ പറഞ്ഞ് ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുക്ക വെച്ച് കഴിഞ്ഞാൽ ഒരു ഉരുള ഉരുട്ടുമ്പോൾ നേരെ കണ്ണുനീര് വരും. ആഹാരം എന്ന് പറഞ്ഞാൽ കണ്ണിനകത്തുനിന്ന് വെള്ളം തന്നെ വരും. ആരും പറഞ്ഞ് കരയിപ്പിക്കണ്ട. അന്ന് രാത്രി ഒരു കണക്കിന് നേരം വിളിപ്പിച്ചു. ഇരുന്ന് ഉറക്കം വരുമോ? ഈ ബൈബിളിൽ നിന്ന് ഒരു വചനം ഇടപെടുന്നില്ല. ഭയങ്കര ടെൻഷൻ, ഉറങ്ങാൻ പറ്റുമോ? പിറ്റേ ദിവസം രാവിലെ ചർച്ചിൽ ചെന്നു. പാസ്റ്റർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. 3/4 മണിക്കൂർ ഞങ്ങൾ സഭയായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ പറഞ്ഞ പദം എന്നും വീഡിയോ കിടപ്പുണ്ടോ, ലൈവിൽ കിടപ്പുണ്ടോ, യൂട്യൂബിലുണ്ടോ? കർത്താവേ, ദൂതൻ ഇറങ്ങിയാൽ പോരാ, പ്രധാന ദൂതൻ ഇറങ്ങിയാൽ പോരാ, യേശുപ്പ അങ്ങ് തന്നെ ഇറങ്ങണം, എൻ്റെ മോന അങ്ങ് തന്നെ ഇറങ്ങണം. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമേൻ പറഞ്ഞു പാട്ട് തുടങ്ങിയപ്പോൾ ആൻസിയുടെ ഫോൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ വിറക്കുക. ഇങ്ങനെ ഫോണുമായിട്ട് ഞാൻ പുറത്തു പോയി. ഫോൺ എടുത്തപ്പോൾ ആൻസിയല്ല, ആശിഷ. പപ്പ എവിടെയാ? പപ്പ യേശു അപ്പച്ചൻ്റെ അടുത്ത് വന്നു, എൻ്റെ കൈക്ക് പിടിച്ചു, എൻ്റെ മുഴ മാറ്റി, എന്നെ സൗഖ്യമാക്കി. പപ്പ എവിടെയാ? ഇന്ന് പകലൊരു ദൂത് പറയാം. നിന്റെ ലൈഫിൽ നിന്നെ നീയാക്കി മാറ്റുന്നത്, നിനക്കെതിരെ പിശാച് കൊണ്ടുവരുന്ന കട്ടളയിൽ നീ പ്രാപിക്കുന്ന വെളിപ്പാടാണ്, നീ പ്രാപിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ഇന്നെൻ്റെ മോനെ കണ്ടാൽ കവളൊക്കെ തക്കാളി പോലെ ഇരിക്കുക. ക്യാൻസർ വന്ന കൊച്ചാന്ന് പറയത്തില്ല, നല്ല മാംസമാ. ചേർന്ന് രാമേ പറഞ്ഞാടെ ആ കട്ടത വന്നപ്പോൾ ഞാൻ ഓർത്തു തീർന്നെന്നാ. ഞാൻ വാടക വീടില്ല, ചർച്ച് പണി തീർന്നിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വലിയ കടബാധിര. പക്ഷേ എൻ്റെ കട്ടത നടുവിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ പറ്റി. ഇന്ന് പകലൊരു ദൂത് പറയാ, നിന്റെ കട്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന സർവശക്തനായ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ക്യാൻസർ രോഗികൾക്ക് ഫുഡ് കൊടുക്കേണ്ടതില്ല, മിണ്ടുന്നില്ല. അതുവരെ അങ്ങനെ ഒരു മിനിസ്റ്റർ എനിക്കില്ലായിരുന്നു. എൻ്റെ മോൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ 10 വർഷമായിട്ട് ക്യാൻസർ രോഗികൾക്ക് ഡെയിലി ഫുഡ് കൊടുക്കുക, മിണ്ടുന്നില്ല. 10 വർഷമായിട്ട് ഡെയിലി ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. പിശാച് നീ ഞങ്ങൾക്ക് കഷ്ടത കൊണ്ടുവന്നാൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പാട് തരുമോ? കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പാട് വേണോ? ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റുമോ? കഷ്ടതയിൽ അവൻ മാറി നിൽക്കത്തില്ല. കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. അവൻ കഷ്ടതയിൽ അവൻ ഏറ്റവും അടുത്ത തുണ. കഷ്ടതയിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കും കേട്ടോ. എല്ലാവരും കൈവിട്ടെന്ന് തോന്നിയാലും ദൈവം കൈവിടത്തില്ല. ഞാൻ പറയാം, നിന്നെ നീയാക്കി മാറ്റുന്നത് എൻകൗണ്ടറാ. ഇന്ന് പകൽ അത് ഉണ്ടാകാമോ? ഇന്ന് പകൽ ഉണ്ടാകാൻ പോവാ. ഇന്ന് പകൽ ചില എൻകൗണ്ടർ നിനക്കുണ്ടാകും. നിന്റെ സ്ഥിതി മാറാൻ പോവാ. എൻകൗണ്ടർ ഉണ്ടാകും. നിന്റെ സ്ഥിതി മാറാം. എൻകൗണ്ടർ ഉണ്ടാകും. യെസ്. Lapa shaga rapa, laka shaga laka raga laga, laka shaga raga laga laga, shapaka paradala, shapaka taradala, antara kashia rapala dala, antara kala shaga rapala, antara ka shapala dala, antara ba shapala bala.
Oh, raka paka, laka shaka, raka laga laga, rataraba shabaradala, artaraga shabaradala, artaraga shabataraba. കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ചകളെ Tura lathala handara vaisha phalata ragala adaga jagati rabala hatala sha paka paka encounter പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങളിൽ വ്യക്തമായ പ്രവചനത്തിന്റെ പാട്ടുകൾ നീ പാടാൻ പോവാ. ഈ കാലഘട്ടത്തെ തിരിക്കുന്ന വർഷിപ്പിന്റെ പുതിയ മേഖലകൾ നിനക്ക് ദൂതന്മാർ വെളിപ്പെടുത്താൻ പോവാ. പത്മോസിൽ ഇറങ്ങി വന്നതുപോലെ ആർക്കും കൊടുക്കാത്തത് ആമേ സ്തോത്രം. പൗലോസ് കേട്ടു ശബ്ദം, പക്ഷെ യോഹന്നാൻ എഴുതിയത് ഹല്ലേലൂയാണെന്ന്. അങ്ങനെ ചില പാട്ടുകൾ പാടാൻ ദൈവം പുതിയ വെളിപ്പാടുകൾ തരാൻ പോവാ. ഇതുവരെ നിൽക്കാത്ത ഭാഷക്കാരുടെ നടുവിൽ ഗോത്രക്കാരുടെ നടുവിൽ രാജ്യത്തിന്റെ ഉന്നതന്മാർ കൂടുന്ന കൂട്ടങ്ങളിൽ അവൻ പ്രത്യേകമായി വിളിക്കുന്ന ചില നിയോഗങ്ങൾ എന്റെ ദാസന്റെ മേൽ ഞാൻ പകരമെന്ന് പരിശുദ്ധമാവ് പ്രവചിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഏലിയാവ് നിന്നതുപോലെ ചില സ്ഥലങ്ങളിൽ എന്റെ ദാസനെ ദൈവം നിർത്താൻ പോകാം. തീ കൊണ്ട് ഉത്തരം തരുന്ന ദൈവമെന്ന് പറയട്ടെ എന്ന് പറഞ്ഞ രാജ്യം അറിയത്തക്ക നിലയിൽ തീ ഇറങ്ങിയതുപോലെ റെഡി ആയിക്കോ. എൻകൗണ്ടർ റെഡി ആയിക്കോ. എത്ര പേർ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് മുന്നോട്ട് ഓടി വന്നാട്ടെ. കസേരകളെല്ലാം വാളണ്ടിയേഴ്സ് എടുത്ത് മാറ്റിയാട്ടെ. ശകലാബല. ഞാൻ എൻകൗണ്ടറിനെ കുറിച്ച് പറയാ. നിന്റെ ലൈഫിൽ കഷ്ടത വന്നാൽ കഷ്ടത അവൻ്റെ മുഖം ദർശിക്കാണ്. കഷ്ടതകൾക്കായി സ്തോത്രം പറയാൻ പറ്റുമോ? നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. എൻകൗണ്ടറുകൾ ഇതുവരെ അനുഭവിക്കാത്ത പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നീ ഇന്ന് അനുഭവിക്കുക. ഇതുവരെ അനുഭവിക്കാത്ത ദൈവശക്തി ഇന്ന് പകൽ നീ അനുഭവിക്കുക. രോഗത്തിന്റെ കെട്ടുകളെ കർത്താവ് ഇന്ന് പൊട്ടിച്ചു മാറ്റുക. ശാപത്തിന്റെ നുഖങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റുക. യേശുവിന്റെ നാമത്തിൽ നീ ഒരു പ്രവാചകനായിരിക്കും. നിന്നെ കർത്താവ് ആത്മാവിൽ എഴുന്നേൽപ്പിക്കും. ദിവ്യ ദർശനങ്ങളെ കാണിക്കും. ആർക്കുമില്ലാത്തൊരു ഹൃദയം നിനക്ക് തരും. ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഹൃദയം. അങ്ങനെ ഒരു ഹൃദയത്തിൽ നീ ദൈവത്തെ ആരാധിക്കും. നീ ദൈവത്തെ സ്നേഹിക്കും. ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ നിന്നെ സ്പർശിക്കുമെന്ന് പരിശുദ്ധന്മാർ പറഞ്ഞു. നീ പ്രാപിച്ചോളോ. Thank you, Holy Spirit. ശുശ്രൂഷയുടെ പുതിയ തുടക്കങ്ങൾ ചിലരുടെ മേൽ കർത്താവ് കൈമാറുക. യേശുവിന്റെ നാമത്തിൽ. കഷ്ടതയാണ് അവന്റെ മുഖം കാണാൻ നിന്നെ സഹായിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ വന്ന കഷ്ടതയുണ്ടല്ലോ, അത് നിന്നെ തകർക്കാനല്ല, നീ യഥാർത്ഥത്തിൽ അവനെ കാണാൻ വേണ്ടിയാ, അവനെ അനുഭവിക്കാൻ വേണ്ടിയാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി രോഗമുള്ള ഭാഗത്ത് കൈവച്ചേ. ഹീലിംഗ് ഏഞ്ചൽസ് ഇതിനകത്ത് വന്നിട്ടുണ്ടോ? യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം നടക്കും. പിതാവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗത്തിൻ്റെ ശക്തികളെ, രോഗത്തിൻ്റെ ആത്മാവിനെ, രോഗത്തിൻ്റെ കാരണത്തെ ഞാൻ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. ദുരാത്മാക്കൾ മാറിപ്പോകട്ടെ. പിതാവേ, ദൈവിക സൗഖ്യത്തെ ഞാൻ ഇവിടെ മേൽ കൽപ്പിക്കുന്നു. ദുർസ്വപ്നം കാണുന്നവരുണ്ടോ? അങ്ങനെയുള്ളവർ ഇന്ന് കൈവക്കിക്കോ. ദുർസ്വപ്നം കാണുന്നവർ, പേടി സ്വപ്നം കാണുന്നവർ കൈ ശരിക്ക് വെക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. യേശുവിൻ്റെ നാമത്തിൽ ആ സ്പിരിറ്റിനെ ഞാൻ ശാസിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ രാത്രിയിൽ ദുർസ്വപ്നം കാണുന്ന വ്യക്തികൾ ഇപ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ഞാനിതിനെ ബ്രേക്ക് ചെയ്യുന്നു. പിതാവേ, ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ മേൽ വ്യാപരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി കടഭാരം അനുഭവിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിട്ടിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ വിടുതൽ ഞാൻ കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതത്തെ കൽപ്പിക്കുന്നു. ഞാനിവരെ അനുഗ്രഹിക്കുന്ന പിതാവേ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൃപ പകരും യേശുവിൻ്റെ നാമത്തിൽ. എന്റെ ഭാഗ്യ നിറവല്ലോ, എന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യ നിറവല്ലോ. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. സൂര്യശോഭ കാണും ആർമേഘത്തിനുള്ളിലും ഞാൻ ഇന്നും സൂര്യശോഭ കാണും. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ നിന്റെ മുഖശോഭ പോലും എന്റെ ദുഃഖം തീർന്നു പോലും. നിന്റെ മുഖശോഭ പോലും എന്റെ ദുഃഖം തീർന്നു പോലും. കാർമേഘത്തിനുള്ളിലും ഞാൻ നിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഓ പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ ആദിങ്കൽ കൈപ്പാതിൽ അന്ത്യമോ മധുരമത്രേ. ആദിങ്കൽ കൈപ്പാതിൽ അന്ത്യമോ മധുരമത്രേ. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ സത്യങ്ങൾ വിരാമം സന്തോഷമുഷസിംഗരും. സത്യങ്ങൾ വിരാമം സന്തോഷമുഷസിംഗരും. പരമേശ പരമരുളീശ നീയത്രേ. ഓ പരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ തുടച്ചിടും. പരമേശ
ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു. പ്രിയ അഭിഷക്തൻ പറഞ്ഞ ഒരു പദമുണ്ട്, തീരുമാനമെടുത്തത് മനുഷ്യനോടല്ല, തീരുമാനമെടുത്തത് ദൈവത്തോടാണ്. ഉടമ്പടി ദൈവവുമായിട്ടാണ്. ഉത്തരവാദിത്വം പറയാൻ അവനോടാണ് നമുക്ക് പറയേണ്ടത്. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, ലോകമെൻ പിൻപേ ക്രൂശാതൻ മുൻപേ, ലോകമെൻ പിൻപേ ക്രൂശാതൻ മുൻപേ, ലോകമെൻ പിൻപേ ക്രൂശാതൻ ശബ്ദമുയർത്തി, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. കുഞ്ഞുങ്ങൾ ചേർന്ന് പാടുമോ? Don't not go with me, still I am follow. Don't not go with me, still I am follow. Don't not go with me, still I am follow. Oh, no turning back, no turning back, no turning back, no turning back. Pinmarade, pinmarade, ഞാൻ മാറാതെ. Oh, പിന്മാറില്ല, ഞാൻ മാറില്ല. യേശുവേ, പിന്മാറില്ല, ഞാൻ മാറില്ല. പിന്മാറാതെ, ഞാൻ മാറാതെ. യേശുവേ, പിന്മാറാതെ, ഞാൻ പിന്മാറാതെ, ഞാൻ Oh, we love you, Jesus. പിന്മാറാതെ, ഞാൻ മാറാതെ. നമ്മൾ ഒരുമിച്ച് Jesus, we love you. ഈ ദൈവപുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Jesus, we love you. ഷാജൻ മുന്നോട്ട് വന്നാണ്. Jesus, we love താങ്ക് യു ജീസസ്. നമ്മൾ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ you. ആൻഡ് സി
കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. ഈ ഇത്രത്തോളം ദൈവം അവരെ വഴി നടത്തി. ആമേൻ. രക്ഷിക്കപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ ഈ കുഞ്ഞുങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തി. പോയിടത്തെല്ലാം വിജയം നൽകി കൊടുത്തു. ഒരാളുടെ മുമ്പിൽ പോലും തലകുനിപ്പാനിടയാകാതെ താൻ വിശ്വസിച്ചിറങ്ങിയ ദൈവത്തെ ഉയർത്തുവാൻ രാജ്യാന്തരങ്ങളിൽ ദൈവം തന്നെ ഉപയോഗിച്ചു. കർത്താവ് ചെയ്തത് എത്ര വലിയ കാര്യമാണ്. പ്രിയ ഇമ്മാനുവേലിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളെല്ലാവരുടെയും ഒരു സാക്ഷ്യത്തിന് വേണ്ടി പറയാം കേട്ടോ. ഇമ്മാനുവേൽ ആദ്യമായിട്ട് മസ്കറ്റിൽ സോഹാറ് ഒരു മീറ്റിങ്ങിന് വേണ്ടി വരികയാണ്. ആദ്യമായിട്ട് അവിടെ 40 ദിവസം ഉപവാസം നടക്കുക. 40 ദിവസവും ഇവൻ തന്നെ കീബോർഡ് വായിക്കണം, ഇവൻ തന്നെ വർഷിപ്പിൽ ഇടുകയാണ്. അപ്പം ആദ്യമായിട്ട് ഇമ്മാനുവേൽ എന്ന് പറയുന്ന വ്യക്തിയെ ആർക്കും അറിയത്തില്ല. താൻ ബൈബിൾ കോളേജിൽ പഠിച്ചു, പഠനമെല്ലാം കഴിഞ്ഞ് വർഷിപ്പിന് വേണ്ടി ഇറങ്ങി. അങ്ങനെ മസ്കറ്റിൽ വന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഇമ്മാനുവേലിനെ കണ്ടു. ഞങ്ങൾ കുറേ ദിവസം ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു 15, 12, 16 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ മുകളിലത്തെ റൂമിൽ താമസിക്കുന്നു, ഇമ്മാനുവേൽ താഴെ താമസിക്കുന്നു. താഴെ വന്ന് ആഹാരം കഴിക്കാൻ ഞാൻ ആ സെറ്റിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിക്കും, അച്ഛാ എന്നെ ദൈവം ഉപയോഗിക്കുമോ? എവിടെ ദൈവം നിന്നെ ഉപയോഗിക്കൂടാ? നിങ്ങൾ ഇതെങ്ങനെയാ പ്രസംഗിക്കുന്നേ? ഞാൻ ഇമ്മാനുവേലിനോട് പ്രസംഗിക്കും, ഞങ്ങൾ രണ്ടുപേരും കൂടി വർഷിപ്പ് ചെയ്യും. അന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, USA-യിൽ പിസിനാക്ക് എന്ന് പറയുന്ന മീറ്റിങ്ങിൽ നീ വർഷിപ്പിന് കയറും. നിനക്കൊരു ദിവസം പോലും വിശ്രമമില്ലാതെ ദൈവം നിന്നെ ഉപയോഗിക്കും. ഞാനന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഇമോനോട് ദൂത് പറയുക. ആ ദൂത് നിവൃത്തിയാകുന്നത് കണ്ടുകൊണ്ട് കാണാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ആശയം ഇതാണ്. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ദൂതൊക്കെ കേൾക്കുമ്പോൾ ഇത് നടക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ തലയെ കൈവച്ചിരിക്കുന്ന ഇവരുടെ മേലാണ്. ഇവിടുത്തെ ഓരോ ദൈവദാസന്മാരുടെ മേലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കൈ അവരുടെ തലയെ കൈവച്ചിരിക്കുന്നത്. പക്ഷെ അവരൊക്കെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് നാം ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോയി. എല്ലാ കരവൊന്ന് നീട്ടിക്കേ. ഇന്ന് ഷാജൻ പാസ്റ്റർ ഇമ്മാനുവേലോട് പറഞ്ഞു, ഇതുവരെ പോകാത്ത രാജ്യങ്ങൾ. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം തന്നെ അല്ലെങ്കിൽ അവരെയൊക്കെ നിർത്തുന്ന കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. കർത്താവിൻ്റെ ദാസൻ ഷാജൻ ഒരു യാത്ര കഴിഞ്ഞു വന്നു. ആമേൻ. ഇനിയും യാത്രകൾ തന്നെ മുമ്പിലുണ്ട്. ദൈവം തന്നെ നടത്തുന്നു, സഭ വളർത്തുന്നു. ഇതെല്ലാം പിന്നിൽ തൻ്റെ മേൽ പകർന്നൊരു അഭിഷേകം. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. അവരൊന്ന് മനസ്സ് തുറന്ന് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയുടെ ഈ പുൽപ്പിറ്റിൽ നിന്നും പ്രസംഗിച്ച് തുടങ്ങിയതാണ്. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. പോരാ കർത്താവേ, പോരാ. രാജ്യങ്ങളിലേക്ക് തന്റെ അഭിഷേകം വർദ്ധിച്ചു വരട്ടെ. എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നിന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. മൂത്തമോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ ആയിരിക്കുന്നിടത്ത് അങ്ങയുടെ കൃപയിൽ പൊതിയും. കർത്താവെ, നിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോരാ കർത്താവെ, ഇനിയും ദൈവം ഉപയോഗിക്കണമേ, ഇനിയും ദൈവം ഉപയോഗിക്കണമേ, ഇനിയും ദൈവം ഉപയോഗിക്കണമേ. നിന്റെ മകന്റെ ശബ്ദം വേറിട്ട ശബ്ദമായി നിൽക്കുന്നല്ലോ, അതിനെ അധികമായി ദൈവം പ്രയോജനപ്പെടുത്തും. എന്നോട് ചേർന്ന് പറ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു.
ക്രിസ്തുവേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. കരമടിച്ച് കർത്താവിന് നല്ലവണ്ണം സ്തോത്രം ചെയ്തു. ഒരു ചെറിയ മൊമെന്റോ ഞങ്ങളുടെ സ്നേഹോപകാരമായി. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഐശ്വര്യമായി വർഷിപ്പ് ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസനോടും ഷാജൻ പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി പറയുന്നു. ദൈവമക്കളെ, നാളെ നമ്മുടെ വർഷിപ്പ് ജോ വരുന്നുണ്ട്, ജോഷ് അശോക് എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം, വളരെ ശക്തനായൊരു വർഷിപ്പ് ലീഡറാണ്. നാളെ നമ്മുടെ ആരാധനയ്ക്കുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ, ആമേൻ. അതുകൊണ്ട് നിങ്ങൾ മിസ്സാക്കരുത്. വളരെ പ്രാർത്ഥനയോടെ കടന്നു വരിക. ദൈവം അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമ്മുടെ ഇടയിൽ കടന്നു വരുന്നത് ഈ വർഷം പിസിനാക്കിൽ പ്രസംഗിച്ച ഫെയ്ത്ത് ബ്ലസൻ, ആമേൻ. ശക്തനായി ഈ കാലങ്ങളിൽ ദൈവം ശക്തിയോടെ ഉപയോഗിക്കുന്ന അഭിഷിക്തനാണ്. ഒരു മീറ്റിംഗും ക്യാൻസൽ ചെയ്യരുത്. ഒരിക്കൽ കൂടി ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഗാഡ് ബ്ലസ് യു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കടന്നു പോകുക. നാളെ സഭായോഗമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ കടന്നു വന്നാട്ടെ.